ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ നാടൻ വിഭവമായ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ എപ്പോഴും വീട്ടിൽ ചെയ്യാറുള്ള ഒരു ഉപ്പേരി, അതായത് വാഴയ്ക്കയും പയറും കൂടെ ഒരു മെഴുക്ക് പുരട്ടി. അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതായത് കുറച്ച് തേങ്ങയും അതേപോലെ ഒരു ചെറിയ സവാള മുറിച്ച് വെച്ചത്, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിലുപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആയിട്ടുള്ള വാഴയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പയറും, നാടൻ പയറും. പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതായിട്ട് ഈ തേങ്ങയും ഈ അതേപോലെ തന്നെ ഈ സവാളയും ഈ മുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഈ തേങ്ങയും അതേപോലെ വറ്റൽമുളകും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ സവാളയും ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഇതുപോലെ ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് അടുപ്പ് ഓൺ ചെയ്തു. ഒന്ന് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക്, അതേപോലെ കുറച്ച് ജീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട്, കടുകും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിയതിന് ശേഷം, അതായത് പച്ച സ്മെല്ലൊന്ന് പോയതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില, അതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം, കൂടുതൽ സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിവിടെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈ പയറും അതേപോലെ വാഴയ്ക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും വാഴയ്ക്കയും പയറും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ ചതച്ച് വെച്ചതെല്ലാം ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂണോളം, ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ലൈറ്റായിട്ട് ഒന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട്, കൂടുതലൊന്നും വേണ്ട, ഒന്ന് കയ്യിൽ ഇങ്ങനെ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് അങ്ങനെ ഇരുന്ന് വേവട്ടെ. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് തുറന്ന് നോക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ട, അധികം വെള്ളമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നതുകൊണ്ട് തനിയെ വെന്തോളും. വാഴയ്ക്കും പയറിനൊന്നും അത്ര വലിയ വേവിൻ്റെ പ്രശ്നമില്ല, അതുകൊണ്ട് തനിയെ വെന്തോളും. പിന്നെ ഈ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത വെള്ളം ധാരാളം മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നൊന്ന് ചെറിയ തീയിൽ, അതായത് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമുക്ക് വാങ്ങി വയ്ക്കാം. റെഡിയാവും. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ സിമ്മിലേക്ക് മാറ്റുകയാണ്. ഇതുവരെ ഫുൾ ഫ്ലെയിം ആയിരുന്നു. സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ തുറന്നിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പേരി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ ഇഷ്ടമുള്ള ഉപ്പേരിയാണ് എനിക്ക്. വാഴയ്ക്കയും പയറും നല്ല കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനും കൂടിയാണ്. ഏതിൻ്റെ കൂടെയും ഇത് നന്നായിട്ട്
നമുക്ക് ഉപയോഗിക്കാം. അതായത് സാമ്പാറാണെങ്കിലും നല്ലൊരു പുളിങ്കറിയോ അല്ലെങ്കിൽ ഒരു പുളിങ്കൂട്ടാനോ എന്താണെങ്കിലും എല്ലാത്തിനും കൂടെയും ഇത് നല്ല മാച്ചാണ്. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി, നല്ല വെളിച്ചെണ്ണയുടെ മണം, നല്ല നാടൻ രുചിയാണ് ഈ ഒരു ഡിഷിന്. അതായത് ഈ ഒരു വാഴയ്ക്ക പയർ ഉപ്പേരിക്ക് വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്, വളരെ ഈസിയാണ്. ട്രൈ ചെയ്ത് അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.